ജോബ് 7-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യജീവിതം നിർബന്ധ സേവനം മാത്രമല്ലേ? അവൻ്റെ ദിനങ്ങൾ കൂലിക്കാരൻ്റെ ദിനങ്ങൾക്ക് തുല്യമല്ലേ? അടിമ തണലിന് വേണ്ടിയെന്ന പോലെയും കൂലിക്കാരൻ കൂലിക്ക് വേണ്ടിയെന്ന പോലെയും ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴാണ് പ്രഭാതമാവുക എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ രാത്രി നീണ്ടതാണ്. പ്രഭാതം വരെ ഞാൻ കിടന്നുരുളുന്നു. പുഴുക്കളും മാലിന്യങ്ങളും എൻ്റെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്നു. എൻ്റെ തൊലി വിണ്ടുകീറി ചലം ഒലിക്കുന്നു. എൻ്റെ ദിനങ്ങൾ നെയ്ത്തുകാരൻ്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു. പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു. എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ. എൻ്റെ കണ്ണുകൾ ഇനി ഒരിക്കലും നന്മ ദർശിക്കുകയില്ല. എന്നെ കാണാറുള്ള കണ്ണുകൾ പിന്നീട് ഒരിക്കലും എന്നെ കാണുകയില്ല. നീ എന്നെ നോക്കിയിരിക്കെ ഞാൻ പോയി കഴിഞ്ഞിരിക്കും. മേഘങ്ങൾ മാഞ്ഞു മറയുന്നത് പോലെ പാതാളത്തിൽ പതിക്കുന്നവൻ മടങ്ങി വരികയില്ല. അവൻ തൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അവൻ്റെ ഭവനം ഇനി അവനെ അറിയുകയില്ല. അതിനാൽ എനിക്ക് നിശബ്ദത പാലിക്കാൻ കഴിയുകയില്ല. എൻ്റെ ഹൃദയവ്യതകൾക്കിടയിൽ ഞാൻ സംസാരിക്കും. എൻ്റെ മനോവേദനകൾക്കിടയിൽ ഞാൻ സങ്കടം പറയും. അങ്ങനെക്ക് കാവലേർപ്പെടുത്താൻ ഞാൻ കടലോ കടൽ ജന്തുവോ? എൻ്റെ കിടക്ക എന്നെ ആശ്വസിപ്പിക്കും. എൻ്റെ തൽപ്പം എൻ്റെ വ്യസനം ശമിപ്പിക്കും എന്ന് ഞാൻ പറയുമ്പോൾ സ്വപ്നങ്ങൾ കൊണ്ട് അങ്ങ് എന്നെ ഭയപ്പെടുത്തുന്നു. ദർശനങ്ങൾ കൊണ്ട് എന്നെ പരിഭ്രാന്തനാക്കുന്നു. അസ്ഥിഭഗ്നരാകുന്നതിനേക്കാൾ കഴുത്ത് ഞെരിച്ചുള്ള മരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ആശയറ്റവനാണ്. ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല. എന്നെ ഏകനായി വിടുക. എൻ്റെ ജീവിതം ഒരു ശ്വാസം മാത്രമാണ്. അങ്ങ് മനുഷ്യനെ ഇത്ര കാര്യമാക്കാനും അവൻ്റെ പ്രവർത്തികൾ ഉറ്റുനോക്കാനും ഓരോ പ്രഭാതത്തിലും അവനെ പരിശോധിക്കാനും ഓരോ നിമിഷവും അവനെ പരീക്ഷിക്കാനും ഞാൻ ആരാണ്? ഉമിനീരിറക്കാൻ പോലും ഇടതരാതെ എത്ര നാൾ അങ്ങനെ നോക്കിയിരിക്കും? മനുഷ്യനെ ഉറ്റുനോക്കിയിരിക്കുന്നവനെ ഞാൻ പാപം ചെയ്താൽ തന്നെ അങ്ങേക്ക് അതിനെന്താണ്? അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ ഉന്നം വച്ചിരിക്കുന്നു? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങേക്ക് ഒരു ഭാരമായി തീർന്നത്? എൻ്റെ പാപങ്ങൾ അങ്ങേക്ക് ക്ഷമിച്ചുകൂടെ? എൻ്റെ തെറ്റുകൾ പുറത്തുകൂടെ? ഞാനിപ്പോൾ പൊടിയിൽ ചേരും. അങ്ങനെ അന്വേഷിക്കും. എന്നാൽ ഞാൻ ഉണ്ടായിരിക്കുകയില്ല. ജോബ് 8-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ശൂഹ്യനായ ബിൽദാദ് പറഞ്ഞു, നിന്റെ പ്രചണ്ഡ ഭാഷണത്തിന് അവസാനമില്ലേ? ദൈവം നീതിക്ക് മാർഗഭ്രംശം വരുത്തുമോ? സർവശക്തൻ ന്യായം വളച്ചൊടിക്കുമോ? നിന്റെ മക്കൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തിരിക്കാം. ശിക്ഷ അവർക്ക് ലഭിച്ചു. നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും. നിന്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമനോഹരമായിരിക്കും. ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, കടന്നുപോയ തലമുറകളോട് ആരായുക. പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക. ഇന്നലെ പിറന്ന നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴൽ പോലെ മാഞ്ഞു പോകുന്നു. അവർ നിന്നെ പഠിപ്പിക്കും. വിജ്ഞാന വചസ്സുകൾ നിനക്ക് ഉപദേശിച്ചു തരും. ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ? നനവ് കൂടാതെ പോട്ടുപുല്ല് വളരുമോ? തഴച്ചു വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ തന്നെ അവ മറ്റ് ചെടികളേക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകും. ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ. ദൈവഭയമില്ലാത്തവൻ്റെ പ്രത്യാശ നശിക്കും. അവൻ്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നു. അവൻ്റെ ശരണം ചിലന്തിവലയാണ്. അവൻ തൻ്റെ ഭവനത്തിന്മേൽ ചാരുന്നു, എന്നാൽ അത് ഉറച്ചു നിൽക്കുകയില്ല. അവൻ അതിന്മേൽ മുറുകെ പിടിക്കും, എന്നാൽ അത് നിൽക്കുകയില്ല. അവൻ സൂര്യപ്രകാശത്തിൽ തഴച്ചു വളരുന്നു. അവൻ്റെ ശാഖകളുടെ തോട്ടത്തിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്നു. അവൻ്റെ വേരുകൾ കൽക്കൂനുകളിൽ ചുറ്റിപ്പടരുന്നു. അവൻ പാറകളുടെ ഇടയിൽ വളരുന്നു. അവിടെ നിന്ന് പിഴുതെടുത്താൽ ഞാൻ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ല എന്നത് പറയും. ഇത്രയേ ഉള്ളൂ അവൻ്റെ സന്തോഷം. അവിടെ വേറെ മുളകൾ പൊന്തിവരും. നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവനെ കൈപിടിച്ച് നടത്തുകയുമില്ല.
അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിന്റെ അധരം ജയ ആരവം കൊണ്ടും നിറയ്ക്കും. നിന്നെ വെറുക്കുന്നവരെ ലജ്ജ ആവരണം ചെയ്യും. ദുഷ്ടരുടെ കൂടാരങ്ങൾ നശിച്ചു പോകും.